ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ ഉള്ളത് ഹർമൻ മോട്ടേഴ്സിലാണ്. കറക്റ്റ് പാപ്പ വീട്ടിൽ നിന്ന് രാവിലെ തൊട്ട് പറഞ്ഞ സ്ഥലം വരെയും പോകാണ്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് 5 മണിയാകുമ്പോൾ റെഡി ആക്കുന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ കറക്റ്റ് ഇപ്പോൾ എത്ര മണി ഇപ്പോൾ ആ സമയം 5:30 ആയി. അപ്പോൾ റെഡി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ 5 മണിക്ക് ഇറങ്ങി ഇവിടെ നിന്ന്. 5 മണി ഇപ്പോൾ കുറച്ചും ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഹർമൻ മോട്ടേഴ്സിലുണ്ട്. എന്തിനാണ് വന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. എറണാകുളത്തേക്കാണെന്നും പറഞ്ഞ് ഇറക്കിയത്. ഇപ്പോൾ കറക്റ്റ് ഹർമൻ മോട്ടേഴ്സിലുണ്ട്. സോ എന്താണെന്ന് എനിക്കും അറിയില്ല. എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് വന്നതൊക്കെ. അപ്പോൾ കറക്റ്റ് ഉള്ളിലുണ്ട്. കയറി നിങ്ങൾ ലോഞ്ചിലേക്ക് ഇരുന്നാൽ കുറച്ച് മിനിറ്റ് വരാമെന്നൊക്കെ പറഞ്ഞു. ചേച്ചിയുടെ മമ്മയുണ്ട്, 2 അനിയന്മാരൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ കരണ്ടി പപ്പയുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ ജ്യൂസ് കുടിക്കാൻ. ഞങ്ങളിവിടെ മറ്റേ ഇതിന് ഇനാഗ്രേഷന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടായിരുന്നു, വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇപ്പം എന്തിനാ വന്നേക്കണമെന്ന് കറൻറ്റ്ലി ഞങ്ങൾക്ക് അറിയില്ല. ബട്ട് എന്തോ ഉണ്ട്, ഞങ്ങളോടും പറഞ്ഞിട്ടില്ല. അത് ഇവനിക്കൊക്കെ നല്ല ഡൗട്ട് ഉണ്ട്, എന്നിട്ടും വരാനുള്ള. സോ ഇവിടെ മൊത്തം വണ്ടിയാണ്. അത് പപ്പേട്ടാ. പപ്പ ഇങ്ങനെ കറങ്ങിയെടുക്കണം ഞങ്ങളെ കൊണ്ട്. ഇങ്ങനെ വന്നിട്ട് കുറച്ച് നേരമായി വന്നിട്ട്. എന്താ സംഭവം എന്നറിയില്ല. നല്ല രസി. ഇന്നിവിടെ കുറേ ഡെലിവറി ഉണ്ടെന്ന് പറയണ്ടായി വണ്ടിയുടെയൊക്കെ. കുറേ വണ്ടി കുറേ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം വണ്ടിയൊക്കെ. കമോൺ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഡെലിവറി ആയിട്ട് വന്ന വണ്ടിയാണ്. ഇന്ന് ഡെലിവറി ഇറക്കണ വണ്ടി അല്ലെങ്കിൽ ഇത് പുതിയതായിട്ട് ഇട്ടേക്കണ വണ്ടികളാണ്. ഇതിപ്പോൾ വന്നതാണ്. ഈ മിനി കൂപ്പർ ഇപ്പോൾ വന്നതാണ്. പിന്നെ ഈ ബെൻസ് ഇപ്പോൾ വന്നതാണ്. പിന്നെ അതിപ്പോൾ വന്ന വണ്ടി. പിന്നെ അങ്ങ് വന്നിട്ട് വന്ന വണ്ടികളൊക്കെയാണ്. ആ വോൾവോ, അതിനെപ്പുറത്തേക്കാണ് വോൾവോയും അവനെ ബെൻസും ഈ മിനിയും ഒക്കെ ഇപ്പോൾ വന്നേക്കുന്നതാണ്. പിന്നെ ഈ കൺട്രിമാനും ഈ മിനി കൂപ്പർ കൺട്രിമാനും ഇപ്പോൾ വന്നതാണ്. ബാക്കിയൊക്കെ പിന്നെ ഇപ്പോൾ വന്ന വണ്ടികളാണ് ഇപ്പോൾ കാണിച്ച വണ്ടികളൊക്കെ. അവിടെ മൊത്തം വണ്ടിയിലിപ്പോൾ ഡ്രൈവറാണ് കുറേയൊക്കെ. ഇത്രയുള്ളതൊന്നുമില്ല. എന്താണ് വിശ്വസിക്കാൻ പറ്റണില്ല. എന്നാൽ വിശ്വസിക്കണം. ഞങ്ങൾ വളരെ കടന്നു. ഞങ്ങളിവിടെ വന്ന് കുറേ നേരം വെയിറ്റ് ചെയ്ത്. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ നമ്മളെ കാറ് ഡെലിവറി ഇപ്പോഴത്തെ കൈയൊക്കെ വിറക്കണേ. എനിക്ക് അറിയില്ലായിരുന്നു. ജസ്റ്റ് കാണാം. വണ്ടി എടുത്തു. ഇതാണ് വണ്ടി. ഡെലിവറി ആക്കാം. ഞങ്ങൾ വണ്ടി എടുത്തു. യോ ബെൻസ് എടുത്തത്. ഞാനത് കാണിച്ചു വന്നപ്പോൾ അതൊക്കെ ഊരി എന്നിട്ട് കോട്ടയം ഊരി. അപ്പോൾ പൊള്ളിയായിട്ടുണ്ട്. നല്ല കളറും നല്ല ഇഷ്ടമായി കാണിച്ചു തരാം. ബെൻസ്. ഓ, എനിക്ക് സത്യം പറഞ്ഞാൽ കരയണോ ചിരിക്കണമെന്ന് പറഞ്ഞു. നന്നായ സന്തോഷമാണ്. ഞങ്ങൾ ബെൻസിക്ക് വാങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് പപ്പാടും മെച്ചീനെയും പനയൊക്കെ കൂട്ടിയിട്ട് പള്ളിപ്പടി പോകാമെന്ന് വിചാരിച്ചു. നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിട്ട് പനും മെച്ചിനെയും കൂട്ടണം. എന്നിട്ട് പള്ളിപ്പടിയിലേക്ക് പോകും. ഞങ്ങൾക്ക് പനും മെച്ചിനെടുത്തിട്ട് അവരുടെ എക്സ്പ്രഷൻ ഞങ്ങൾ ആരോടും പറയണ്ട. പപ്പ എന്നോട് കൂടി പറഞ്ഞിട്ടുണ്ടായില്ല. അമ്മാരോട് പപ്പാടൊന്നും പറയണ്ട. പപ്പ ഒറ്റക്ക് പപ്പ ഫ്രണ്ട്സായിട്ട് തന്നെ ആയതാണ്. എല്ലാ പപ്പ ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അടിപൊളി പെൻസ്, നല്ല കളറൊക്കെ പൊളി. തറവാട്ടിലെത്തിയിട്ടുണ്ട്. ഉമ്മച്ചിക്ക് അറിയാം. പപ്പ പറഞ്ഞു സസ്പെൻസ് കളി ഞങ്ങളോട് മാത്രമേ പറയാണ്ടുണ്ടായുള്ളൂ. അവിടെ പിള്ളേരൊക്കെ ഉണ്ടാകാൻ കാണിച്ചു തരാം കേട്ടോ. വണ്ടി എങ്ങനെയുണ്ട്? സൂപ്പർ.
വണ്ടി എങ്ങനെയുണ്ടോ സാറ് പൊളി താതോക്ക് തല എത്തള്ള സൂപ്പർ പപ്പാൻ്റെ അടുത്തേക്ക് പോവാണ്. എന്നാ വണ്ടി എടുത്തിട്ട് പട എക്സ്പ്രഷൻ കണ്ടിട്ടാ പട പറഞ്ഞിരുന്നു തുറന്നൊക്കെ വെക്കാണ്. റൗണ്ട് അടിച്ചിട്ട് വാ. ഉപ്പാനെ കൊണ്ട് പപ്പ റൗണ്ട് അടിക്കാൻ പോണ് ഗൈസ്. വണ്ടി വന്നുണ്ടല്ലോ. ബൈ. ഗൈസ് പപ്പ പോയിട്ട് സമയം 20 മിനിറ്റ് കഴിഞ്ഞു. ഇതുവരെയായിട്ടും പപ്പ ഇങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. കുറച്ചേരെ നിൽക്കണത് 20 മിനിറ്റ് ഇല്ല. ഏകദേശം ഇപ്പോൾ 7 മണിയാവാനി 6:50 ആയി. സോ ഇനി പള്ളിപ്പടിയിലേക്ക് പോവും. പള്ളിപ്പടി പോയിട്ട് പുതിയ വണ്ടി എടുത്തല്ലേ ജസ്റ്റ് വീട്ടിൽ നിന്ന് പോകണ്ടേ. അപ്പോൾ ഉമ്മച്ചിനെ കൂട്ടിയിടും. എല്ലാവരും അവിടെ ഉണ്ട്. ഉമ്മച്ചി ഉണ്ട്. ഉപ്പ അന്നില്ല എന്ന് പറഞ്ഞപ്പോൾ വയ്യ. അപ്പോൾ ഉമ്മച്ചി ഉണ്ട്. ജസ്റ്റ് ഒന്ന് പോയി. ഞങ്ങൾ പള്ളിപ്പടിയിലെത്തി. പള്ളിപ്പടിയിലെത്തി മീൻസ് ഇവിടെ വണ്ടി ഇപ്പോൾ പാർക്ക് ചെയ്ത് അവിടെ പുറകിലാണ് പള്ളി. ഇവിടെ ഇങ്ങോട്ട് പോകണം. സോ അങ്ങനെ പള്ളിപ്പടിയിലേക്ക് പോട്ടെ. അപ്പം അവിടെ ഫ്രണ്ട്സിനെ കണ്ട് അവിടെ സംസാരിച്ചിരിക്കുകയാണ്. സോ ഞങ്ങൾ പോട്ടെ. ബൈ. ഞങ്ങൾ പള്ളിപ്പടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് എൻ്റെ നിക്കാബ് വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വരപ്പോൾ ഞാൻ ഇത് കണ്ടു. അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങി. നിക്കാബ് കിട്ടുകയും ചെയ്തില്ല. അങ്ങനെ ഇനി തിരിച്ച് വീട്ടിലേക്കായിരിക്കും. ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് നടന്നിട്ട് നിൽക്കാം. നിങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയതാ. നിങ്ങളെ വണ്ടിയുടെ അടുത്തേക്ക് അതല്ലോ നമ്മുടെ വണ്ടി. നിങ്ങളാ വണ്ടിയുടെ അടുത്തെത്തി. നല്ല ഗൈസ് നമ്മുടെ ഞങ്ങൾ അവിടെ നിന്ന് പഴം വാങ്ങി. പഴം 2 കിറ്റ് വാങ്ങിച്ചു. അതിലൊരു കിറ്റിൻ്റെ വണ്ടിയുടെ അടുത്തെത്തി. നമ്മൾ വണ്ടിയുടെ അടുത്തെത്തി. നമുക്ക് വണ്ടി കാണിച്ചു കൊടുക്കാം. നോക്കട്ടെ, എനിക്ക് അയച്ചിട്ട് ഞാൻ നോക്കി. അതിൽ തുറക്കുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോവായിരുന്നു. അപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി അൽത്താസിൽ നിന്ന് ഷവർമ പടക ട്രീറ്റ്സ്. അപ്പോൾ ചിലവ് ചെയ്യണ്ടേ. അപ്പോൾ അൽത്താസിൽ നിന്ന് ഷവർമ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ 5 മിനിറ്റ് കൂടെ പിടിക്കും. സോ അത് വാങ്ങാൻ വന്നു. വാങ്ങിയിട്ട് ഇനി വീട്ടിൽ പോവാം. ഗൈസ് ഞങ്ങൾ ഇപ്പോൾ തിരിച്ച് മോട്ടോഴ്സ് തന്നെ വന്നിട്ടുണ്ട്. ഇതാകണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ വെച്ച് ഇവിടെ പോയില്ലേ ഷവർമ വാങ്ങിയില്ലേ. ഷവർമ വാങ്ങി ഞങ്ങൾ തറവാട്ടിൽ ചിലവ് വെച്ച് തറവാട്ടിലൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ഷവർമ കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് ഡോർ എടുക്കാൻ നോക്കുമ്പോൾ താക്കോലില്ല. അങ്ങനെ ഞങ്ങൾ ആ പുറത്തിരുന്ന് ഷവർമ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ ഇറങ്ങി. ഞങ്ങളതിന് തിരിച്ച് വീട്ടിൽ പപ്പ ഈ മെച്ചങ്ങോട്ട് പപ്പ അങ്ങോട്ട് പോവാണ്. ഞങ്ങളുടെ വണ്ടി അവിടെ നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഇനി അവിടെ നിന്ന് പപ്പ എന്താ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവാം. ഞങ്ങളിനി ആ വണ്ടി കയറിയിട്ട് ഞങ്ങളും വീട്ടിലേക്ക് പോവാണ്. പപ്പ കുറച്ചിന് വരും. ഓരോണ്ട് പപ്പ പുറകിലുണ്ട്. തിരിച്ച് വീട്ടിലേക്ക്. ഗൈസ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ അവിടെ ചെന്നു. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് വന്നു. എടുത്തിട്ട് ഇപ്പോൾ സമയം എത്രയായി? 11:30. അപ്പോൾ പപ്പ വന്നിട്ടില്ല. പപ്പ വഴി പോയിക്കണം. അപ്പോൾ എന്താ വരുമ്പോൾ കുറച്ച് വൈകുമെന്ന് പറഞ്ഞു. കുറച്ച് വൈകില്ല, 12 മണിയൊക്കെ ആവും. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആലുവയിലൊക്കെ അവിടെയൊക്കെ പോയിക്കാണ്. കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ ഞാനത് ഉറങ്ങിയിട്ടില്ല. എനിക്കൊന്ന് ഉറങ്ങാൻ കൂടി വയ്യ.
ആകെപ്പാട് എന്താ പറയുക, എന്തൊക്കെയോ അത് കാണുമ്പോൾ എനിക്ക് തലവേദന എടുക്കണോ തല ഇറങ്ങണോ എന്തൊക്കെയോ ഒരു ഇതായിരുന്നു. ഇപ്പോൾ പപ്പ വന്നിട്ടില്ല, ഞങ്ങളുടെ വണ്ടി മാത്രമേ ഉള്ളൂ, ഒറ്റ വണ്ടി വന്നിട്ടില്ല. ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പം തന്നെ പോയപ്പോൾ ഇപ്പം തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്, ഇത്രയായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ നല്ല എക്സൈറ്റഡായി, നല്ല സന്തോഷമായി എനിക്ക്. എന്തായാലും വണ്ടി പൊളിച്ചു, എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമായി വണ്ടിയുടെ. സോ പെരുന്നാളിന് വീഡിയോ എടുത്തില്ല, കാരണം എടുക്കാമെന്ന് വിചാരിച്ചു. ഇൻട്രോയൊക്കെ എടുത്ത് പിന്നെ പോയി. ഇന്ന് ഞങ്ങൾ വലിയ സെലിബ്രേഷൻ ഉണ്ടായില്ല, ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ആയിട്ട് ഇങ്ങനെ കൂടി തറവാട്ടിലേക്ക് പോയി വന്ന് കണ്ടിട്ടൊക്കെ അങ്ങനെ പുള്ളി വണ്ടിയൊക്കെ പോയി. എന്തായാലും എനിക്കെല്ലാം ഇഷ്ടമായി, അനിയന്മാർക്ക് ഇഷ്ടമായി. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.